ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ആപ്സ് ടെറസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. ഇന്നത്തെ ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്ന് ഒരു വീക്ക് ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ എണീച്ച ഉടനെ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ ഡെയിലി ഷോർട്സായിട്ട് അപ്ഡേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യമേ അതിൻ്റെയൊക്കെ ഷോർട്സൊക്കെ എടുത്തങ്ങ് വെക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പം അതുപോലെ തന്നെ വെയിറ്റ് ആണെങ്കിലും നമ്മളെപ്പോഴും രാവിലെ എല്ലാം ബാത്റൂമിലൊക്കെ പോയിട്ട് നേരെ വന്ന് വെയിറ്റ് എടുക്കണം കേട്ടോ. ഒന്നും കുടിക്കാതെ അതിന് മുന്നേ തന്നെ എല്ലാം വെയിറ്റ് സെറ്റാക്കി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തേതെന്ന് പറഞ്ഞാൽ 62 ആണ് ഡേ 62ൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പം ഞാനന്ന് ഷോർട്സിൽ പറഞ്ഞായിരുന്നു അന്ന് എന്തൊക്കെ ഉണ്ടാക്കി എല്ലാ റെസിപ്പിയും ഞാൻ ഈ ലോങ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് സാധാരണ ഒന്നെങ്കിൽ ഉലുവ ഇട്ട വെള്ളം അല്ലെങ്കിൽ ജീരകവും കറുവപ്പട്ട ഇട്ട വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉലുവ ഇട്ട വെള്ളമൊക്കെ എടുത്തിട്ട് വെളിയിൽ വന്നിരുന്നൊന്ന് കുടിക്കാമെന്ന് വെച്ചു. പൊതുവേ ഞാൻ വെളിയിൽ വന്ന് അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. അങ്ങനെ ചില ദിവസമൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് എന്തായാലും വന്ന് ചെടിയൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴും ഞാൻ രാവിലെ അല്ല ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. അപ്പം വന്നൊന്ന് നോക്കും. പക്ഷേ ഇന്ന് രാവിലെ വന്ന് നോക്കി കുറച്ച് മുളക് കറുവാപ്പട്ട അല്ലല്ലോ, കറ്റാർവാഴ, എന്താ പറയുക, സ്പ്രിങ് ഒനിയൻ, അതുപോലെ പുതിനയില, മല്ലിയില ഇപ്പം കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇങ്ങനെ നട്ടിട്ടുണ്ട്, എല്ലാം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷം രാവിലെ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുൾ അങ്ങ് മൂടാപ്പായി പോവും, ഭയങ്കര മൂടിയായിട്ടുള്ള കാലാവസ്ഥയാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ എന്തെങ്കിലും കമൻ്റൊക്കെ ഇടാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ രാവിലെ നല്ല ഒരു അന്തരീക്ഷം കേട്ടോ. വൈകിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പം കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാലാവസ്ഥയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞിന് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അവൾ ഉണ്ടാക്കിയതാണ് ആ ഒരു കുഞ്ഞു കിളിക്കൂട്. അതിനകത്ത് ഞാൻ കുറച്ച് മണികൾ ഒക്കെ, എന്താ പറയുക, സീഡ്സൊക്കെ അവർ തന്നെ തന്നിരുന്നു. അതൊക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആദ്യം ചെയ്യാൻ പോകുന്ന പണിയെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അവകാഡോ ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ മട്ടർ പനീറായിരുന്നു. അപ്പം മട്ടർ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ആദ്യം ഒന്ന് വേവിച്ച് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് ഓൾറെഡി ഈ സ്റ്റോറിലൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നേരിട്ട് അങ്ങ് ഉപയോഗിക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് ഇത് ഉപയോഗിച്ചതന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഓട്സ് മിക്സ്ചർ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഓട്സ്, പിന്നെ ആണെങ്കിൽ കപ്പലണ്ടി, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് സാധാരണ മിക്സ്ചറിൽ എന്തൊക്കെ ഇടുന്നോ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഫ്ലാക്സ് സീഡും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എല്ലാ ദിവസവും 2.5 ലിറ്റർ വെള്ളം കുടിക്കണം നിർബന്ധമായതുകൊണ്ട് രാവിലെ തന്നെ വെള്ളമൊക്കെ നിറച്ചങ്ങ് വെക്കും കേട്ടോ. അപ്പം ഞാൻ പണ്ടൊക്കെ ഒരു ലിറ്റർ പോലും ഞാൻ കുടിക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പം ഞാൻ എന്തൊക്കെ വന്നാലും ശരി 2.5 ലിറ്റർ അല്ലെ അതിൽ കൂടുതൽ എന്തായാലും കുടിക്കും കേട്ടോ. ഇന്ന് കുറേ തുണി അലക്കാനുള്ളതുകൊണ്ടാണ് രാവിലെ തന്നെ അതെല്ലാം അങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലീനായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇവിടെ ഡ്രയർ കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിട്ടിട്ട് മോളെ ഒന്ന് വിളിച്ച് എണ്ണിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എത്രയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാൻ എൻ്റെ ബുക്കിൽ ഞാൻ എഴുതി വെച്ചേക്കുന്നതൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിന് പോകണ്ടാത്തതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ്. വർക്ക് ഫ്രം ഹോമാണ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ വല്ല മീറ്റിങ്ങിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയാൽ മതി. അതുപോലെ തന്നെ മോക്ക് ഇതുവരെ സ്കൂളിൽ വിടാത്തതുകൊണ്ട് എനിക്ക് രാവിലെ സത്യത്തിൽ നേരത്തെ എണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണിക്കുന്നില്ല. എന്നാലും 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണ്ണിക്കും വീക്ക് ഡേയ്സിൽ. അപ്പം ഈ മട്ടർ പനീർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ കുറച്ച് ഓയിലിനകത്തോട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അരച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് അങ്ങനെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തങ്ങ് ഇട്ടാൽ മതി. അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതങ്ങ് മാറ്റി വെക്കുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവകാഡോ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് ഒരിക്കലും നേരത്തെ കുഴച്ച് വെക്കാൻ പാടില്ലാത്തൊരു ചപ്പാത്തി മാവാണ് അവകാഡോ ചപ്പാത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവകാഡോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്കാൻ തുടങ്ങുമേ. അതുകൊണ്ട്
അത് അപ്പം ഉണ്ടാക്കുക, അപ്പം തന്നെ കുഴയ്ക്കുക, അപ്പം തന്നെ ഉണ്ടാക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഇതിന് അവകാഡോ ഇതുപോലെ എന്താ പറയുക നല്ലതായിട്ട് മാഷ് ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ ഗോതമ്പൊടി ഉപ്പിട്ട് ജസ്റ്റ് ഇളക്കിയാൽ മതി. പക്ഷെ വെള്ളം ആദ്യം ഒഴിക്കല്ലേ കേട്ടോ, കാരണം ഈ അവകാഡോക്കകത്തുനിന്ന് വെള്ളം ഇങ്ങനെ വരും. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തളിച്ചു കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല സോഫ്റ്റാണ്, നമ്മൾ സാധാരണ ചപ്പാത്തിയെക്കാട്ടി ഭയങ്കര സോഫ്റ്റാണ്. ടേസ്റ്റിലും വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. കുട്ടികൾക്കൊക്കെ കഴിപ്പിക്കാൻ നല്ല ഒരു സൗകര്യമായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഇത്. അപ്പം എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ കുറേ കഴിക്കുന്ന ഒരു ആക്കിയിട്ടുണ്ട് ഈ ഒരു അവകാഡോ കേട്ടോ. അപ്പം മെയ് 1 ഞാൻ ഈ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയപ്പോൾ എനിക്ക് 70 കിലോ ആയിരുന്നു. അപ്പം ഇപ്പം 62ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 62.something ആയിട്ടുണ്ട്. അതായത് 7.something കിലോളം എനിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ട് റെസിപ്പികളാണ് ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ. കാരണം സാധാരണ നമ്മുടെ കേരള റെസിപ്പീസ് പെട്ടെന്ന് കിട്ടുന്നത് അങ്ങനെയുള്ളത് പിന്നെ ഞാൻ ഒന്നും അങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടൊന്നുമില്ല. എല്ലാം കുറേശ്ശെ കഴിക്കാം, ക്വാണ്ടിറ്റി മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വാക്കിങ്ങും ചെയ്യുന്നുണ്ട്, ഒരു 10,000 സ്റ്റെപ്പ് ഡെയിലി. വീക്കെൻഡിൽ ചെയ്യാറില്ല, എന്നാലും മാക്സിമം ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. അതൊന്ന് അരച്ച് വെച്ചേക്കണേ. എന്നിട്ട് പനീർ ക്യൂബായിട്ട് കട്ട് ചെയ്തും വെച്ചേക്കണേ. ഇനി പനീറിനെ നന്നായിട്ടൊന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കണേ. ഞാനിവിടെ ബട്ടറിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഈ ബട്ടറിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മണമാണ് കേട്ടോ അതിന് വരുന്നത്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇല്ല നിങ്ങൾക്ക് ബട്ടർ വേണ്ടെന്നുണ്ടെങ്കിൽ ഓയിലിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ടാൽ മതി, വേറെ പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് നല്ല ചൂടായിരിക്കും എണ്ണ കേട്ടോ. അപ്പം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ മിക്സിയിലിട്ട് അരച്ചെടുത്തില്ല അതുകൂടെ അതിനകത്ത് ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പനീറും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതുകൂടെ ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ വെള്ളം ഇട്ടിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡി ആക്കിയിട്ട് അതിലോട്ട് കസൂരി മേത്തിയും ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മുകളിൽ തൂകിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറ്റി ഏത് കളറാ വേണ്ടേ, ഏത് എന്താ വേണം? അമ്മയുടെ ഓറഞ്ച് കളർ വേണോ? അയ്യോ ഓറഞ്ച് ഇല്ലല്ലോ. കരച്ചില് വരാനൊന്നുമില്ല. അടുക്കള കയറാനോ? അടുക്കളയോ? അതെന്താ അടുക്കള ഇഷ്ടം? ദേവു എണ്ണീച്ച് കഴിഞ്ഞിട്ട് അവളെ ഫ്രഷ് ആക്കിയിട്ട് ഓടി വന്ന് അവൾ വന്ന് സെറ്റ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാർട്ടൂൺ കാണാനാണ് കേട്ടോ. ഇപ്പം ഇവള് സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ആണല്ലോ. അപ്പം മിക്കവാറും ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ട് അതിങ്ങനെ കാണണമെന്നൊക്കെ ഭയങ്കര ഇതാട്ടോ. പക്ഷെ ഞാൻ കാണിക്കത്തില്ല. മിക്കവാറും അവൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന എന്തെങ്കിലും സമയത്ത്, അല്ലാതെ എന്താ പറയുന്നത് ഞാൻ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ വെച്ച് കൊടുക്കത്തുള്ളൂ കേട്ടോ. അല്ലാത്ത സമയങ്ങളിലൊന്നും ഞാൻ അങ്ങനെ വെക്കത്തില്ല. എന്നാലും നിർബന്ധം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവളെ ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എല്ലാവരും ചോദിക്കും ഞാൻ കോഫിയിൽ മധുരം ഇടാറുണ്ടോയെന്ന്. ഒരു സ്വല്പം ഇടും കേട്ടോ. എന്താ പറയുന്നത് 1 ടീസ്പൂൺ അത്രയൊക്കെ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. കാരണം എനിക്ക് തീരെ മധുരം ഇല്ലാതെ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അവൾക്കും കൊടുത്തിട്ടാണ് ഞാനിനി കഴിക്കാനൊക്കെ പോകാറുള്ളത് കേട്ടോ. ഞാൻ എന്നും എന്തൊക്കെ കഴിക്കുന്നുള്ളത് ഈ ഒരു എന്താ പറയുക വെയിറ്റ് ലോസ് അപ്ഡേറ്റിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ജൂലൈ ഓഗസ്റ്റ് മിഡ് ആകുമ്പോഴത്തേക്ക് എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് തീരും കേട്ടോ. മെയ് 1 തുടങ്ങിയതാണ്. അപ്പോൾ ഓഗസ്റ്റ് മിഡ് ആകുമ്പോൾ തീരും, 100 days ആവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ മോട്ടിവേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാം ചെയ്ത് തുടങ്ങണം കേട്ടോ. നിങ്ങളിങ്ങനെ മടി പിടിച്ചിരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ തുടങ്ങുക. എല്ലാവരും എന്നെ കൊണ്ട് പറ്റിയെങ്കിൽ പിന്നെ ഏത് ലോകത്ത് എല്ലാവർക്കും പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കാൻ മടിക്കല്ലേ. ആണോ പിങ്കിന്നാണോ വിളിക്കുന്നത്? റാബിറ്റ്സിനെയാണോ ദേവുവിന് ഏറ്റവും ഇഷ്ടം? ടെഡി ബെയറിനെ ഇഷ്ടാണോ? പക്ഷെ ടെഡിബേരല്ലാതെ എരിത്തോട്ട് വന്ന നഖം മാന്തു. മങ്കിയോ?
മങ്കി കുഴപ്പമില്ല. കാങ്ക്രു ഓക്കെ. ഓക്കെ. മിക്കി മൗസോ? യെസ്. ആന? യെസ്. ഇതിൽ ആരും ഇഷ്ടമല്ലാത്ത? ദേവുനോട് സംസാരിച്ച സമയം പോയത് അറിഞ്ഞേയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക വാഷിംഗ് മെഷീനിലെല്ലാം ക്ലീനായി. ഇനി ഡ്രയറിൽ ഇട്ടാൽ മതി. ഇവിടെ നമുക്ക് വെളിയിലൊന്നും വിരിച്ചിടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് മാത്രമല്ല ഡ്രയർ പക്ഷേ നല്ലതാട്ടോ. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം ഡ്രസ്സൊക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ സമയമായതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഇന്ത്യയിലോട്ട് വിളിക്കുക. അപ്പോൾ അവർക്ക് അവിടെ രാത്രിയാണല്ലോ, അപ്പോൾ എല്ലാവർക്കും സൗകര്യമായിട്ട് വിളിക്കുക. അതിന് മുന്നേ ഞാൻ എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും വെള്ളത്തിലൊക്കെ ഇടാനുണ്ടെങ്കിൽ ഇറച്ചിയോ മീനോ ഒക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിലൊക്കെ വെക്കുക. എന്നിട്ട് നമ്മൾ അവരെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ദേവുവിന് ഇടയ്ക്ക് നമ്മൾ പാല് കൊടുക്കും. ഈ ഒരു സമയത്ത് ഒരു മിഡ് മോർണിംഗ് സമയത്താണ് പാലൊക്കെ കൊടുക്കുന്നത്. പിന്നെ രാത്രിയിലും കൊടുക്കും. ദേവുവിന് ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കളറിങ്. തനതാന ഫ്രൂട്ട്സൊക്കെ വരച്ച് കളറൊക്കെ ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അതിന് മുന്നേ ജസ്റ്റ് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവേ. അപ്പോൾ ചിക്കൻ ഓൾറെഡി നമ്മൾ ഐസ് പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എയർ ഫ്രയറിൽ ചെയ്യാനാണ്. അപ്പോൾ സിമ്പിൾ മാരിനേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് ജീരകപ്പൊടിയും കൂടെ ഞാൻ ചിലപ്പോൾ ഇടും കേട്ടോ. പിന്നെ ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ തൈരും നാരങ്ങാ നീരും ഇത്രയും പുരട്ടി നമ്മൾ വെക്കും. ഞാനതൊരു ക്ലിംഗ് റാപ്പിൽ റാപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഇതാകുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ മത്തങ്ങ എരിശ്ശേരി വെക്കാനായിരുന്നു. അപ്പോൾ ആദ്യമേ അതൊന്ന് കുക്കറിലിട്ട് വേവിക്കണമല്ലോ. അപ്പോൾ കുക്കറിലിട്ടൊരു 2-3 വിസിലടിച്ചാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. പിന്നത്തെ ബാക്കി കറി എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് തോരനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഭയങ്കര എളുപ്പമാണല്ലോ. ഇന്നത്തെ ഭയങ്കര സിമ്പിൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. സാധാരണ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ എല്ലാ ദിവസവും വരുന്നത്. അപ്പം ഇതിനകത്താണെങ്കിൽ തേങ്ങ എല്ലാം വേണമല്ലോ. അപ്പം നമ്മളിവിടെ തേങ്ങ ഫ്രോസൺ ആണ് വാങ്ങിക്കുന്നത്. നമുക്കല്ലാതെ തേങ്ങ നല്ലത് കിട്ടാത്തതുകൊണ്ട് അപ്പം ഞാനത് പെട്ടെന്നൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും, നമ്മുടെ ഈ ഓവനിൽ വെച്ചിട്ട്. പിന്നെ ഒരുവിധമൊക്കെ നമ്മുടെ പണി ഒതുങ്ങുമ്പോൾ അപ്പം അങ്ങ് ക്ലീൻ ചെയ്ത് എല്ലാം എടുത്തങ്ങ് വെക്കും കേട്ടോ. നേരത്തെ ഇട്ടേക്കുന്നത് അങ്ങ് മാറ്റിയാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. പെട്ടെന്ന് ഇപ്പം കട്ടിങ് ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിങ് ബോർഡൊക്കെ ക്ലീൻ ചെയ്ത് അതും മാറ്റി അങ്ങ് വെക്കും. പിങ്ക്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ് മത്തങ്ങ കറി. അതുകൊണ്ട് മിക്ക ദിവസവും അതായിരിക്കും കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമില്ല കേട്ടോ. കാരണം ഈ മത്തങ്ങയിൽ മൊത്തം തേങ്ങയാണ് ഇടുന്നത്. അപ്പം അരപ്പിന് തേങ്ങ, പിന്നെ വറുത്ത് തേങ്ങ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എപ്പോഴും കുറച്ചേ എടുക്കാറുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടാക്കാൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ എടുത്ത് കേട്ടോ. എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതിനകത്താണെങ്കിൽ ഞാനിപ്പോൾ 350 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 20, ചിലപ്പോൾ വെന്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു 25 അങ്ങനെയൊക്കെ ആക്കാം കേട്ടോ. എനിക്ക് സാധാരണ ആ സമയം കൊണ്ട് വേവാറുണ്ട്. അപ്പം അത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പകുതി ആകുമ്പോൾ അതിനകത്ത് ടേൺ ഫുഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളത് തിരിച്ചിടുക, അല്ലെങ്കിൽ എണ്ണ പുരട്ടണമെങ്കിൽ എണ്ണ പുരട്ടുക, ഇല്ല തുടക്കത്തിൽ തന്നെ പുരട്ടുകയും ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ നമ്മളത് ഒന്ന് ക്രിസ്പി ആയി കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചില്ല എയർ ഫ്രയറിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കും അത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഒരുവിധമൊക്കെ എല്ലാം ഒതുങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തങ്ങ് വെച്ചേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മൊത്തം മെസ്സായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് ഡിഷ് വാഷറിലെ കുറേ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്തങ്ങ് മാറ്റി എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു. ഇവിടുത്തെ പൈപ്പിനകത്ത് ഈ ഒരു പൈപ്പ് നല്ല സൗകര്യമാണ്. നല്ലോണം എല്ലായിടത്തും വെള്ളമൊക്കെ എത്തി ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വെള്ളം തളിക്കാറുണ്ട്. അങ്ങനെ തളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴൊന്നും. ഞാൻ 3-4 ദിവസം കൂടുമ്പോഴൊക്കെ അതിൽ വെള്ളം ഒഴിക്കാറുള്ളൂ.
ദേവു ആണെങ്കിൽ അപ്പോഴത്തേക്ക് ഡ്രോയിങ് ഒക്കെ തുടങ്ങി കേട്ടോ. ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്ന ഒന്നും അല്ല കേട്ടോ. തന്നെ അവളുടെ ഇമാജിനേഷനിലെ വാട്ടർമെലൻ്റെ പുറത്ത് ഗ്രീനാണ്, അകത്ത് സീഡുണ്ട്, എല്ലാം തന്നെത്താനെ അവൾ തന്നെ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വരച്ചു വന്നു. അപ്പോൾ അവളതൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോൾ മനസ്സിലായി. എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം വേഗം എല്ലാ പണിയും തീർത്തിട്ട് റെസ്റ്റ് എടുക്കണം, എനിക്കങ്ങനെയാണ്. അപ്പം ഞാൻ 1:30 ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഫുള്ള് തൂത്ത് പാത്രം എല്ലാം കഴുകിയിട്ട് മോക്ക് ഫുഡും കൊടുത്ത് അവളെ ഉറക്കി കിടത്തിയിട്ട് 2 മണി 2:30 ആകുമ്പോൾ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കും കേട്ടോ. ഹസ്ബൻഡ് അപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഇപ്പോൾ 1 BHK ആയതുകൊണ്ട് ആൾ അപ്പോഴത്തേക്ക് ഹോളിൽ വന്ന് ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ഫുഡ് കഴിക്കും, ചിലപ്പോൾ ആൾക്ക് മീറ്റിംഗ് അങ്ങനെയൊക്കെയാണ് പിന്നെ കഴിക്കും. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ സമയമുണ്ട്, ചിലപ്പോൾ റെസ്റ്റ് എടുക്കും. അപ്പോൾ ഇന്ന് തുണി കുറേ ഉണ്ടായിരുന്നതുകൊണ്ട് അത് മടക്കി വെച്ചുകൊണ്ട് TV ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. ആ ഒരു സമയം അങ്ങനെ പോകും കേട്ടോ. പിന്നെ മോൾ എണ്ണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കത്തില്ല, എഡിറ്റ് ചെയ്യാൻ ഒന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ അവളുടെ കൂടെ തന്നെ ആയിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കോസ്കോയിൽ നിന്ന് വെച്ച പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം, അത് ഭയങ്കരമായിട്ട് പഴുത്തിരിക്കുക. അപ്പോൾ ഞാൻ തലേന്നും ഏത്തപ്പഴം ഉണ്ടാക്കി, അതിൻ്റെ ബാറ്റർ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഏത്തപ്പഴം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനാണെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പംകിൻ സീഡ് റോസ്റ്റ് ചെയ്ത് സോൾട്ടഡ് പംകിൻ സീഡ് കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പൊതുവേ അത് ഇഷ്ടമല്ല, പക്ഷേ ഇത് റോസ്റ്റ് ചെയ്ത് നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ നട്ട്സ് പോലെ തന്നെ ഇരിക്കും. അത് ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. നല്ലൊരു ദിവസം. മാത്രമല്ല ഇപ്പം ഇന്ന് വൈകുന്നേരം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മഴയത്തൊരു ചായയും പഴംപൊരിയും ഒക്കെ കഴിക്കാനും ഒക്കെ നല്ല മൂടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇത് ഇടയ്ക്ക് നല്ല മഴയാണ്, ചിലപ്പോൾ വെയിൽ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോളും ഒക്കെ പോയി ഫ്രഷായി കുളിച്ചൊക്കെ ചെയ്തിട്ട് വിളക്ക് കത്തിക്കുകയാണ്. എനിക്ക് ദിവസത്തിൽ ഭയങ്കര റിഫ്രഷിങ് ഒരു സമയം എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഭയങ്കര വിശ്വാസിയായിട്ടൊന്നുമല്ല, അതൊരു മെഡിറ്റേഷൻ പോലെ നമുക്ക് കുറച്ച് നേരം ഭയങ്കര മൈൻഡ് കൂളാക്കാൻ, അതെന്തുമായാലും കുഴപ്പമില്ല. ഇപ്പോൾ യോഗയാണേലും മെഡിറ്റേഷൻ ആണേലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതാണേലും ഒക്കെ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ കൂളാക്കാൻ പറ്റുന്ന ടൈം നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ദിവസം കണ്ടെത്തിയത് നല്ലതാട്ടോ. രാത്രിയിൽ ഞാൻ മിക്കവാറും കഴിക്കാറുള്ള സീസർ സാലഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല. അത് ഞാനിവിടെ ഏത് സ്റ്റോറിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കോസ്കോയിലാണെന്ന് തോന്നുന്നു. അത് അവിടെ നിന്ന് വാങ്ങിയ കേട്ടോ. അത് അടിപൊളിയാണ് കേട്ടോ. അതിനകത്ത് കുറേ കിറ്റുണ്ട്. റാഞ്ചിൻ്റെ ആ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ടേസ്റ്റാണ് ഏറ്റവും അടിപൊളി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നടക്കാൻ പോകുന്നത് ആ ഒരു സമയത്താണ്. വൈകുന്നേരം ഒരു 7 മണിയല്ല 6:30 ആ സമയത്ത് നടക്കാൻ പോകുന്നതിന് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. അപ്പം ഞാനും മോളും കൂടെ ബാൽക്കണിയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് എന്നാൽ പിന്നെ ഞാൻ മോളെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങനെ നടക്കാൻ പോയി. അപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ജിമ്മിൽ പോയി കുറച്ച് നേരം നടന്നിട്ട് പിന്നെ ജിമ്മിലെ ത്രെഡ്മില്ലിൽ നടന്നിട്ട് പിന്നെ ഞാൻ പോയി ഒരു റൗണ്ട് അല്ലാതെ നടന്നപ്പോഴത്തേക്ക് മഴ മാറി. എന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു വ്ളോഗാണ് ഇത് കൊച്ചു വ്ളോഗാണ്, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്ളോഗുമാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം അറിയിക്കണേ. അപ്പം നമുക്കിനി അടുത്ത ഒരു വ്ളോഗിൽ വരാം കേട്ടോ. അതുവരെ ടേക്ക് കെയർ, ലവ് യു, ബൈ ബൈ.